ഹലോ. സോ നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്ന ചാപ്റ്റർ SSLCയിലെ മാത്സിലെ ഫസ്റ്റ് ചാപ്റ്റർ അരിത്തമെറ്റിക് സീക്വൻസ് ആണ്, അഥവാ സമാന്തര ശ്രേണി. ഇതിൽ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്സ്: ടേം എന്താണ്, പൊസിഷൻ എന്താണ്, അരിത്തമെറ്റിക് സീക്വൻസിലെ ടേം എന്താണ്, പൊസിഷൻ എന്താണ്, അതുപോലെ കോമൺ ഡിഫറൻസ് എന്താണ്, ടേമും പൊസിഷനും തന്ന എങ്ങനെയാണ് നമ്മൾ കോമൺ ഡിഫറൻസ് കാൽക്കുലേറ്റ് ചെയ്യാം, അതുപോലെ നമ്മൾ ആൾജിബ്ര ഓഫ് അരിത്തമെറ്റിക് സീക്വൻസിന്റെ ഫസ്റ്റത്തെ കുറച്ച് പോർഷൻസ്. സ്ലൈഡിൽ കാണിക്കുന്ന പോലെ നമ്മൾ കുറച്ച് സീക്വൻസ് തന്നിട്ടുണ്ട്. അതിന്റെ ഫസ്റ്റത്തെ 3 ടേംസ് ഗിവൺ ആണ്. 4ാമത്തെ ടേം ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ നമ്മൾ ഫസ്റ്റത്തെ നോക്കുകയാണെങ്കിൽ ഫസ്റ്റത്തെ 1, 2, 3. നെക്സ്റ്റ് ടേം നമുക്ക് കണ്ടുപിടിക്കാം 4 എന്നാണ്. അതുപോലെ 5, 10, 15. നെക്സ്റ്റ് ടേം എന്ത് വരും? 20 എന്ന് വരും. 2, 4, 6, 8. അപ്പോൾ നെക്സ്റ്റ് ടേം 8 എന്ന് വരും. അങ്ങനെ നമുക്ക് ഇതില് നെക്സ്റ്റ് ടേം കണ്ടുപിടിക്കാം. ഇവിടെ എങ്ങനെയാണ് നമ്മൾ നെക്സ്റ്റ് ടേം കണ്ടുപിടിച്ചത്? അപ്പൊ നമുക്ക് ആദ്യം തന്നെ എന്താണ് അരിത്തമെറ്റിക് സീക്വൻസ് എന്ന് നോക്കാം. അതിന്റെ ഡെഫിനിഷനിലൂടെ നമുക്ക് ഇതുപോലെ കുറച്ച് പ്രോബ്ലംസ് ചെയ്തു തുടങ്ങാം. അപ്പം അരിത്തമെറ്റിക് സീക്വൻസ് എന്ന് പറഞ്ഞാല് ഇവിടെ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്ന പോലെ a sequence got by starting with any number and adding a fixed number repeatedly is called arithmetic sequence. അതായത് ഏതെങ്കിലും ഒരു സംഖ്യയിൽ നിന്ന് തുടങ്ങിയിട്ട് ഒരു ഫിക്സഡ് നമ്പർ ഇങ്ങനെ റിപ്പീറ്റഡ്ലി ആഡ് ചെയ്ത് പോകുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് അരിത്തമെറ്റിക് സീക്വൻസ്, അല്ലെങ്കിൽ അഥവാ സമാന്തര ശ്രേണി. ഒരു എക്സാമ്പിൾ നോക്കാം. നമ്മൾ നേരത്തെ തന്നിരിക്കുന്ന എക്സാമ്പിൾ പോലെ തന്നെ നേരത്തെ എക്സാമ്പിളിലെ നമ്മൾ ഫസ്റ്റ് 5, 10, 15 നെക്സ്റ്റ് ടേം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. അതെങ്ങനെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തത്? ഫസ്റ്റ് ടേം ഇതിൽ 5 ആണ്. അതിനോട് 5 ആഡ് ചെയ്തിട്ട് സെക്കൻഡ് ടേം ആയിട്ടുള്ള 10 കിട്ടി. 10നോട് 5 വീണ്ടും ആഡ് ചെയ്തിട്ട് നെക്സ്റ്റ് ടേം ആയിട്ടുള്ള 15 കിട്ടി. അതുപോലെ 15നോട് നമ്മൾ 5 ആഡ് ചെയ്തിട്ട് നെക്സ്റ്റ് ടേം ആയി 20 കിട്ടി. അപ്പൊ നമ്മൾ ഡെഫിനിഷനിൽ പറഞ്ഞ പ്രകാരം, അതായത് നമ്മളൊരു ഫിക്സഡ് നമ്പർ റിപ്പീറ്റഡ്ലി ആഡ് ചെയ്ത് പോവാണ്. ഇവിടുത്തെ ആ ഫിക്സഡ് നമ്പർ എന്താണ്? നമ്മൾ എന്താണ് ആഡ് ചെയ്ത് പോകുന്നത്? 5 ആണ് അല്ലെ? അപ്പം ഇവിടെ എന്താണ്? അപ്പൊ ഇവിടുത്തെ കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത്, അതായത് നമ്മൾ കോമൺ ഡിഫറൻസ് എന്താണെന്ന് പറയും. അതിന് മുന്നേ തന്നെ നമുക്ക് ഇവിടുത്തെ ഫസ്റ്റ് ടേം എന്താന്ന് നോക്കാം. ഫസ്റ്റ് ടേം എന്താണ്? 5 ആണ്. ഈ ഫസ്റ്റ് ടേമിനെ നമുക്ക് ഡിനോട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് F എന്ന ലെറ്റർ ഉപയോഗിക്കാം, അല്ലെങ്കിൽ A1 എന്ന് ഉപയോഗിക്കാം, അല്ലെങ്കിൽ X1 എന്ന് ഉപയോഗിക്കാം. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ഏതെങ്കിലും ഒന്ന് നിങ്ങൾ ഫോളോ ചെയ്യാം. ഓക്കെ. അപ്പോ ഇവിടെ നമ്മൾ 5 ആഡ് ചെയ്തിട്ടാണ് നെക്സ്റ്റ് ടേം കിട്ടിയത്. നമ്മൾ ഡെഫിനിഷനിൽ പറഞ്ഞിട്ടുള്ള എന്താണ്? ഒരു ഫിക്സഡ് നമ്പർ റിപ്പീറ്റഡ്ലി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു സീക്വൻസ് കിട്ടും. അതിനെയാണ് അരിത്തമെറ്റിക് സീക്വൻസ് അല്ലെങ്കിൽ സമാന്തര ശ്രേണി എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ എന്താണ് റിപ്പീറ്റഡ്ലി ആഡ് ചെയ്തത്? 5 ആണ്. അപ്പൊ ഇവിടുത്തെ കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് എന്താണ്? 5 ആണെന്ന് പറയാം. ഓക്കെ. അപ്പൊ കോമൺ ഡിഫറൻസ് എന്താണെന്ന് നമ്മൾ പറഞ്ഞു. ഇനി നമുക്ക് വേണമെങ്കിൽ ഈ അരിത്തമെറ്റിക് സീക്വൻസിന് വേറൊരു ഡെഫിനിഷനും കൂടി കൊടുക്കാം. അതിന് വേണ്ടി തന്നെ നമ്മൾ ഇപ്പൊ എടുത്ത എക്സാമ്പിൾ തന്നെ എടുക്കാം. ഇവിടെ കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് 5 ആണെന്ന് പറഞ്ഞു. അപ്പോ ഇത് 5, 10, 15 ഇങ്ങനെയാണ് വരുന്നത് നമ്മുടെ സീക്വൻസ്. അതില് നമ്മുടെ സെക്കൻഡ് ടേം ആയ 10ൽ നിന്ന് 5 മൈനസ് ചെയ്ത്, അതായത് കോമൺ ഡിഫറൻസ് മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു ടേം കിട്ടുന്നുണ്ട്. കോമൺ ഡിഫറൻസ് അല്ല, ഫസ്റ്റ് ടേം മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു നമ്പർ കിട്ടുന്നുണ്ട്, അതായത് കോമൺ ഡിഫറൻസ് 5 കിട്ടുന്നുണ്ട്. അതുപോലെ തേർഡ് ടേം സെക്കൻഡ് ടേം മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് കോമൺ ഡിഫറൻസ് കിട്ടുന്നുണ്ട്. അതായത് നമുക്ക് വേറെ ഡെഫിനിഷനും കൂടി ഇതിന് കൊടുക്കാം. An arithmetic sequence is a sequence in which we get the same number on subtracting from any term the term immediately preceding it. അതായത് ഇപ്പൊ ഇവിടെ നമ്മൾ തന്നിട്ടുള്ള സീക്വൻസ് 5, 10, 15 എന്നാണ്. അടുത്തടുത്ത ഏതെങ്കിലും നമ്പർ സബ്ട്രാക്ട് ചെയ്ത് നമുക്കൊരു സെയിം നമ്പർ കിട്ടുകയാണെങ്കിൽ
അത്തരം സീക്വൻസിനെയാണ് നമ്മൾ എന്താന്ന് പറയുന്നത്, സമാന്തര ശ്രേണി അല്ലെങ്കിൽ അരിത്തമെറ്റിക് സീക്വൻസ് എന്ന് പറയുന്നത്. അങ്ങനെ കിട്ടുന്ന നമ്പർ ആണ് എന്താണ്, നമ്പർ എന്താണ്, കോമൺ ഡിഫറൻസ്. അപ്പൊ നേരത്തെ പറഞ്ഞ ഡെഫിനിഷൻ, ഒരു ഡെഫിനിഷനിൽ ഫിക്സഡ് നമ്പർ എന്ന് പറയുന്ന 5ഉം ഇവിടുത്തെ നമ്മൾക്ക് കിട്ടുന്ന 5ഉം അതൊക്കെ എന്താണ്, കോമൺ ഡിഫറൻസ് ആണ്. അപ്പൊ നമുക്ക് രണ്ട് രീതിയിൽ നമുക്കിതിനെ പറയാം. ഇനി നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് ചോദിച്ചിട്ടുള്ളത് ഫൈൻഡ് ദ കോമൺ ഡിഫറൻസ് ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ 30, 28, 26. അപ്പൊ നമ്മൾ എങ്ങനെയാണ് കോമൺ ഡിഫറൻസ് കാണുക? നമ്മൾ സെക്കൻഡ് ടേമിൽ നിന്ന് ഫസ്റ്റ് ടേം കുറയ്ക്കുക. അപ്പൊ നമുക്ക് എന്ത് കിട്ടും, -2 ആണ് കിട്ടിയത്. അപ്പൊ ഇവിടുത്തെ ഫസ്റ്റ് ക്വസ്റ്റ്യനിലെ കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് -2 ആണ്. അതുപോലെ സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താണ്, 4, 10, 16. അപ്പൊ നമ്മൾ സെക്കൻഡ് ടേമിൽ നിന്ന് നമ്മൾ ഫസ്റ്റ് ടേം മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, 6 എന്ന് കിട്ടും. അപ്പൊ ഇതിലെ കോമൺ ഡിഫറൻസ് എന്താണ്, 6 ആണ്. ഇവിടെ 12, 8, 4. ഇവിടെ സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം, നമുക്ക് എന്ത് കിട്ടും, -4 എന്ന് കിട്ടും. നെക്സ്റ്റ് പേജ് ചെയ്താം. നെക്സ്റ്റത്തത് 6, ഫസ്റ്റ് എന്തായിരുന്നു, 6, 4, 2. 6, 4, 2. ഇവിടെ നമ്മൾ എങ്ങനെയാ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കുക, അടുത്തടുത്ത ടേം തമ്മിൽ സബ്ട്രാക്ട് ചെയ്യാം. 4 - 6 -2 എന്ന് കിട്ടി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു, 369. നമുക്ക് ഇവിടെ തന്നെ ചെയ്യാം. 369 അടുത്തടുത്ത ടേം മൈനസ് ചെയ്യാം. ഇങ്ങനെ നമുക്ക് കോമൺ ഡിഫറൻസ് കാൽക്കുലേറ്റ് ചെയ്യാം. ഇനി ഒരു ക്വസ്റ്റ്യൻ കൂടി നോക്കാം നമുക്ക്. ഫൈൻഡ് ദ 3 ടേംസ് ഓഫ് ദ അരിത്തമെറ്റിക് സീക്വൻസ്. ഇവിടെ നമുക്ക് ഫസ്റ്റ് ടേം തന്നിട്ടുണ്ട്, പിന്നെ കോമൺ ഡിഫറൻസ് തന്നിട്ടുണ്ട്. ഈ സീക്വൻസിലെ ആദ്യത്തെ 3 ടേംസ് ഏതാണ് പറഞ്ഞത്. ഇപ്പൊ ഫസ്റ്റ് ടേം നമ്മൾ A1 എന്ന് കൊടുക്കാം. ഫസ്റ്റ് ടേമിന് നമ്മൾ F എന്നും X1 എന്നും A1 എന്നും ഒക്കെ ഡിനോട്ട് ചെയ്യും. ഏതെങ്കിലും ഒന്ന് നമ്മൾ ഫോളോ ചെയ്യുക. അപ്പൊ നമ്മൾ A1 എന്നാണ് എടുത്തിട്ടുള്ളത്. ഫസ്റ്റ് ടേം 12 എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ കോമൺ ഡിഫറൻസ് നമ്മൾ D എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. കോമൺ ഡിഫറൻസ് 12 ആണ്. അപ്പൊ നമുക്ക് ഈ സീക്വൻസ് എന്ത്, ഫസ്റ്റത്തെ 3 ടേംസ് ആണ് കണ്ടുപിടിക്കാവുന്നത്. ഫസ്റ്റ് ടേം നമുക്ക് തന്നിട്ടുണ്ട് 12 എന്ന്. അപ്പൊ അടുത്ത ടേം എന്താ ചെയ്യുക, കോമൺ ഡിഫറൻസിന് ആഡ് ചെയ്യുക. അപ്പൊ എന്ത് കിട്ടും, 12 + 12 24 എന്ന് കിട്ടും. ഈ സെക്കൻഡ് ടേമിനോട് കോമൺ ഡിഫറൻസ് ആഡ് ചെയ്തിട്ട് തേർഡ് ടേം 36 എന്ന് കിട്ടും. ഓക്കെ, അതുപോലെ ഒരു ക്വസ്റ്റ്യൻ കൂടി ചെയ്യാം. അങ്ങനെ ഫസ്റ്റ് ടേം എന്താണ് തന്നിട്ടുള്ളത്, 9 എന്നാണ് തന്നിട്ടുള്ളത്. ഫസ്റ്റ് ടേം 9 ആണ്. കോമൺ ഡിഫറൻസ് ഇവിടെ തന്നിട്ടുള്ളത് -2 എന്നാണ്. അപ്പൊ നമ്മൾ -2 ആഡ് ചെയ്യണം. അതായത് 9 - 2 എന്താണ്, 7. അപ്പൊ സെക്കൻഡ് ടേം അങ്ങനെ 7 എന്ന് കിട്ടും. 7നോട് നമ്മൾ -2 ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് കിട്ടും, 5 എന്ന് കിട്ടും. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്, ഫസ്റ്റ് ടേം 1 ആണ്, കോമൺ ഡിഫറൻസ് 1 ആണ്. ഫസ്റ്റ് ടേം തന്നിട്ടുണ്ട്, കോമൺ ഡിഫറൻസ് തന്നിട്ടുണ്ട്. ഫസ്റ്റ് ടേമിനോട് കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യുക. അപ്പൊ 1 + 1 2 എന്ന് കിട്ടും. 2 + 1 3 എന്ന് കിട്ടും. ഓക്കെ, നാലാമത്തെ ക്വസ്റ്റ്യൻ ഫസ്റ്റ് ടേം 11. ഫസ്റ്റ് ടേം 11 ആണ്, കോമൺ ഡിഫറൻസ് 11 ആണ്. അപ്പൊ 11നോട് 11 ആഡ് ചെയ്യുക.
അപ്പൊ നമുക്ക് 22 എന്ന് കിട്ടും. ഇതിനോട് പിന്നെയും കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യാം. ഓക്കെ. ഇനി ഇവിടെ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ഫൈൻഡ് ദ കോമൺ ഡിഫറൻസ്. നമുക്കിവിടെ കോമൺ ഡിഫറൻസ് ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇവിടെ നമുക്ക് എന്തൊക്കെയാ തന്നിട്ടുള്ളത്? ഫസ്റ്റ് ടേമും തന്നിട്ടുണ്ട്, സിക്സ്ത് ടേമും തന്നിട്ടുണ്ട്. ഇത് നമ്മൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? നമ്മളിപ്പോ കോമൺ ഡിഫറൻസ് കാൽക്കുലേറ്റ് ചെയ്യാൻ പഠിച്ചു. പക്ഷെ ഈ രണ്ട് ടേം തന്നിട്ട്, അതായത് പൊസിഷനും ടേമും തന്നിട്ട് നമ്മൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാൻ നമ്മൾ പഠിച്ചിട്ടില്ല. അപ്പൊ നമുക്ക് അത് എങ്ങനെയാണെന്ന് നോക്കാം. ഇവിടെ തന്നിട്ടുണ്ട് A1 എന്ന് പറയുന്നത് ഫസ്റ്റ് ടേം 25 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ സിക്സ്ത് ടേം 60 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇതൊന്ന് എഴുതി നോക്കാം. ഫസ്റ്റ് ടേം എന്ത് വരും? 25. നമുക്ക് ഇവിടെ ബ്ലാങ്ക് ഇടാം. ഓക്കെ. സിക്സ്ത് ടേം എന്താണ്? 60 ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഫസ്റ്റ് കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കണം അല്ലെ? കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ ഒരു ഇക്വേഷൻ പഠിക്കണം. ഈ ഇക്വേഷൻ ഈ ചാപ്റ്ററിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഇക്വേഷൻ ആണ്. ആ ഇക്വേഷൻ ആണ് ഇപ്പൊ സ്ലൈഡിൽ കാണിച്ചിട്ടുള്ളത്. കോമൺ ഡിഫറൻസ്, അതായത് പൊസിഷനും ടേമും തന്നാൽ നമ്മൾ എങ്ങനെയാണ് കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കുക? അതായത് ഇവിടെ ഇക്വേഷൻ പറയാ എന്താന്ന് വെച്ചാല് ഡി എന്ന് പറഞ്ഞാൽ കോമൺ ഡിഫറൻസ് ആണ്. കോമൺ ഡിഫറൻസ് ഈക്വൽ ടു ടേം ഡിഫറൻസ് ബൈ പൊസിഷൻ ഡിഫറൻസ് ആണ്, അല്ലെങ്കിൽ പദ വ്യത്യാസം ബൈ സ്ഥാന വ്യത്യാസം. നമുക്ക് പൊസിഷനും ടേമും തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയാണ് കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കുക? നമ്മൾ ഒരു സീക്വൻസിൽ ഇപ്പോൾ 3 ടേംസ് ഒക്കെ തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് നിയറസ്റ്റ് ടേം നമ്മൾ സബ്ട്രാക്ട് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? കോമൺ ഡിഫറൻസ് കിട്ടുമെന്ന് മനസ്സിലായി. പക്ഷെ എന്താ, നിയറസ്റ്റ് ടേം അല്ലാണ്ട് ഏതെങ്കിലും ഒരു ഫസ്റ്റ് ടേമോ ഇപ്പൊ നമുക്ക് ഇവിടെ തന്നിട്ടുള്ളത് ഫസ്റ്റ് ടേമും, ഈ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് ഫസ്റ്റ് ടേമും സിക്സ്ത് ടേമും ആണ്. അതുപോലെ ഏതെങ്കിലും രണ്ട് ടേമും അതിന്റെ പൊസിഷനും തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക? ഈ ഇക്വേഷൻ വെച്ചിട്ടാണ്. ഈ ഇക്വേഷൻ ഇമ്പോർട്ടന്റ് ആണ്. ടേം ഡിഫറൻസ് ബൈ പൊസിഷൻ ഡിഫറൻസ്, അല്ലെങ്കിൽ പദ വ്യത്യാസം ബൈ സ്ഥാന വ്യത്യാസം. നമുക്ക് ഈ ഇക്വേഷൻ വെച്ചിട്ട് നമ്മളെ ക്വസ്റ്റ്യൻ നമുക്ക് സോൾവ് ചെയ്യാം. അപ്പം ഇവിടെ നമ്മള് എന്താ, ഫസ്റ്റ് ടേം A1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? 25 ആണ് അല്ലെ? സിക്സ്ത് ടേം എന്താണ്? 60 ആണ്. അപ്പൊ ഇവിടെ നമുക്ക് ഇക്വേഷൻ എന്താണ്? ഇക്വേഷൻ പറയുന്നത് പദവ്യത്യാസം ബൈ സ്ഥാന വ്യത്യാസം, ടേം ഡിഫറൻസ് ബൈ പൊസിഷൻ ഡിഫറൻസ് ആണ്. അപ്പൊ ഇവിടെ ടേം ഡിഫറൻസ് എന്ന് പറഞ്ഞാല് ഈ 60 ഈ ടേമിന്റെ ഡിഫറൻസ് ആണ്. അതായത് 60 മൈനസ് 25 ആണ്. ഓക്കെ. പൊസിഷൻ ഡിഫറൻസ് ആണ്. ഇവരുടെ പൊസിഷൻ സിക്സ്ത് പൊസിഷനും ഫസ്റ്റ് പൊസിഷനും ആണ്. അതിന്റെ ഡിഫറൻസ് 5 ആണ്. അപ്പൊ നമുക്ക് 60 മൈനസ് 25 ബൈ 5 എന്ന് പറഞ്ഞാൽ 35 ബൈ 5 വിച്ച് ഇസ് ഈക്വൽ ടു 7 എന്ന് കിട്ടും. അതായത് നമ്മൾ ഈ ഇക്വേഷൻ വെച്ചിട്ടാണ് സോൾവ് ചെയ്തത്. എന്തായിരുന്നു ഇക്വേഷൻ എന്തായിരുന്നു? ഡി ഇസ് ഈക്വൽ ടു ടേം ഡിഫറൻസ് നമ്മൾ ഷോർട്ട് ആക്കിയിട്ട് എങ്ങനെ എഴുതാം? ടി ഡി ബൈ പി ഡി. അതായത് ടേം ഡിഫറൻസ് ബൈ പൊസിഷൻ ഡിഫറൻസ്, അതായത് പദ വ്യത്യാസം ബൈ സ്ഥാന വ്യത്യാസം. ഓക്കെ. ഇനി നമുക്ക് ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം. ഫൈൻഡ് ദ കോമൺ ഡിഫറൻസ്. ഫോർത്ത് ടേം നമ്മളിപ്പോ പറഞ്ഞ ഇക്വേഷൻ വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. ഫോർത്ത് ടേം തന്നിട്ടുണ്ട്, 10th ടേം തന്നിട്ടുണ്ട്. അതായത് A4 എന്ന് പറഞ്ഞാൽ 10ഉം A10 എന്ന് പറഞ്ഞാൽ 4ഉം ആണ്. അതായത് ഇവിടെ എന്താ, രണ്ട് ടേമും പൊസിഷനും ആണ് തന്നിട്ടുള്ളത്. അപ്പൊ നമ്മൾ ഇക്വേഷൻ യൂസ് ചെയ്യാം. പൊസിഷൻ കോമൺ ഡിഫറൻസ് ഡി ഇസ് ഈക്വൽ ടു എന്താണ്? ടേം ഡിഫറൻസ് ടി ഡി ബൈ പി ഡി. അതായത് ടേം ഡിഫറൻസ് ബൈ പൊസിഷൻ ഡിഫറൻസ്, പദ വ്യത്യാസം ബൈ സ്ഥാന വ്യത്യാസം. ഇവിടെ നമുക്ക് ഫോർത്ത് ടേം ആണ് തന്നിട്ടുള്ളത്. അതായത് ഇതാണ് ഫോർത്ത് ടേം, ഇത് 10ാമത്തെ ടേം. അപ്പൊ നമ്മൾ ഈ ഇക്വേഷൻ വെച്ച് ചെയ്യുകയാണെങ്കിൽ എന്താ വരിക?
ടേം ഡിഫറൻസ് ആണ്. 4 മൈനസ് 10 ഡിവൈഡഡ് ബൈ, പിന്നെ പൊസിഷൻ ഡിഫറൻസ് ആണ്. 10ാമത്തെ ടേം ആണ് 4. 10 മൈനസ് 4, അങ്ങനെ നമുക്ക് എന്ത് കിട്ടും? -1 എന്ന് കിട്ടും. പക്ഷെ ഇതിന് വേറെ ഒരു എളുപ്പവഴിയും കൂടി ഉണ്ട്. നമുക്ക് എക്സാമിന് സമയം ലാഭിക്കാം. ഒരു എളുപ്പവഴിയും കൂടി ഉണ്ട്. അതായത് എന്താ, 2 ടേം, അതിപ്പോ ഇവിടെ ഇപ്പൊ നമ്മളിപ്പോ കണ്ട ക്വസ്റ്റ്യനിൽ നമുക്ക് എന്താണ് A4 എന്ന് പറഞ്ഞാല് 10ഉം A10 എന്ന് പറഞ്ഞാല് 4ഉം ആണെന്നാണ് തന്നിട്ടുള്ളത്. അതായത് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയാണ് തന്നിട്ടുള്ളത്. അങ്ങനെ നമുക്ക് AX ഈസ് ഈക്വൽ ടു Y ആൻഡ് AY ഈസ് ഈക്വൽ ടു X ഇങ്ങനെ തിരിച്ചും മറിച്ചും തന്നിട്ടുണ്ടെങ്കിൽ നമ്മള് കോമൺ ഡിഫറൻസ് എപ്പോഴും എന്തായിരിക്കും? -1 ആയിരിക്കും. നമ്മൾ ആ ഇക്വേഷൻ ഇട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഒന്ന് ഓർത്ത് വെക്കുക, അതൊരു ഇമ്പോർട്ടന്റ് ഒരു കാര്യമാണ്. അതായത് ഇങ്ങനെ തന്നിട്ടുണ്ടെങ്കിൽ, അതുപോലെ ഒരു എക്സാമ്പിൾ നമ്മൾ ചെയ്തോ പറഞ്ഞുതരാം. അതുപോലെ ഇപ്പോ ലെറ്റ്സ് സേ A1 is equal to 3 and A3 is equal to 1. ഇതിന്റെ കോമൺ ഡിഫറൻസ് എന്തായിരിക്കും? -1 ആണ്. നമുക്ക് ഒരു ഇക്വേഷനും ചെയ്ത് നോക്കണ്ട, നമുക്ക് അങ്ങനെ പറയാൻ പറ്റും. കാരണം എന്താണ്? നമുക്ക് അറിയാം എന്താണ് AX is equal to Y and AY is equal to X ആണെങ്കിൽ നമുക്ക് കോമൺ ഡിഫറൻസ് എളുപ്പമായിട്ട് എഴുതാം. എന്തായിരിക്കും അത്? -1 ആയിരിക്കും. ഇനി അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോവാം. The fifth term of an arithmetic sequence is 30 and eighth term is 42. What is the common difference of this sequence? ഒരു സമാന്തര ശ്രേണിയുടെ 5ാം പദം 30ഉം 8ാം പദം 42ഉമാണ്. ഈ ശ്രേണിയുടെ പൊതുവ്യത്യാസം എന്താണ്? ഇത്തരത്തിലായിരിക്കും നമുക്ക് ഇങ്ങനെ പൊസിഷനും ടേമും തന്നിട്ട് കോമൺ ഡിഫറൻസ് ചോദിക്കാനുള്ള ക്വസ്റ്റ്യൻസ് ഈ ഒരു ടൈപ്പിലായിരിക്കും വരിക. അപ്പൊ നമുക്കിത് ചെയ്ത് നോക്കാം. നമ്മളിപ്പോ പഠിച്ചു അല്ലെ എങ്ങനെ ചെയ്യേണ്ടത്? നമുക്ക് ഇക്വേഷൻ ഒക്കെ അറിയാം. നമുക്ക് ചെയ്ത് നോക്കാം. അപ്പൊ ഇവിടെ തന്നിട്ടുള്ള എന്താണ്? ഫിഫ്ത് ടേം എന്താണ്? 30 ആൻഡ് എയ്ത്ത് ടേം 42. A5 is equal to എന്തായിരുന്നു തന്നിട്ടുള്ളതെന്ന് നമുക്ക് നോക്കട്ടെ. ഫിഫ്ത് ടേം 30 ആണല്ലേ, ആൻഡ് എയ്ത്ത് ടേം 42. A5 is equal to 30 and A8 is equal to 42. അപ്പൊ നമ്മൾക്ക് ഇക്വേഷൻ അറിയാം. കോമൺ ഡിഫറൻസ് D is equal to term difference by position നെക്സ്റ്റ് പേജ്. ഓക്കെ, അപ്പൊ നമുക്ക് തന്നിട്ടുള്ള എന്താണ്? A5 is equal to 13 and A8 is equal to 42. അപ്പൊ നമുക്ക് ഇക്വേഷൻ അറിയാം. D is equal to term difference by position difference. ടേം ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് തന്നിട്ടുണ്ട്. പൊസിഷൻ ഡിഫറൻസ് നമുക്ക് ടേം ഡിഫറൻസും പൊസിഷൻ ഡിഫറൻസും നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇവിടെ ടേം ഡിഫറൻസ് ബൈ പൊസിഷൻ ഡിഫറൻസ് നമുക്ക് ഇക്വേഷൻ അറിയാം. ഇക്വേഷനിക്ക് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. അതായത് ഇവിടെ ടേം ഡിഫറൻസ് 42 മൈനസ് 30 ആണ്. 42 മൈനസ് 30 12 ഡിവൈഡഡ് ബൈ 8 മൈനസ് 5 3. 12 by 3 is equal to 4 എന്ന് കിട്ടും. അപ്പൊ ഈ ഇക്വേഷനിൽ നമ്മൾ ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കാറ്. അപ്പൊ ഈ ഇക്വേഷൻ എന്തായാലും പഠിച്ചു വെക്കാം.
ഓക്കെ, ഇനി നമുക്ക് വേറൊരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ചെയ്യാം. ഇവിടെ തന്നിട്ടുണ്ട് 2, 4, 6, 8 എക്സെട്ര ഇങ്ങനെ ഒരു സീക്വൻസ് നമുക്ക് തന്നിട്ടുണ്ട്. ഇവിടെ ചോദിച്ചിട്ടുള്ളത് കോമൺ ഡിഫറൻസ് ഒന്നുമല്ല. ഇവിടെ ചോദിച്ചിട്ടുള്ളത് എന്താണ്? വിൽ ദ ഡിഫറൻസ് ബിറ്റ്വീൻ എനി ടു ടേംസ് ബി 60? അതായത് തന്നിട്ടുള്ള സീക്വൻസിലെ ഏതെങ്കിലും രണ്ട് ടേംസിന്റെ ഡിഫറൻസ് എന്തായിരിക്കുമോ 60 ആയിരിക്കുമോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മൾ എന്താ ചെയ്യാം? നമുക്ക് എങ്ങനെയാണെന്ന് ചെയ്യണതെന്ന് നോക്കാം. അപ്പം ഇവിടെ എന്താ പറയാ, നമ്മൾ ഒന്നും നോക്കണ്ടല്ല. ഇവിടെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ 2, 4, 6, 8 ആണ്. ഇങ്ങനെ ഒരു സീക്വൻസ് ആണ് തന്നിട്ടുള്ളത്. ഇതിൽ ഏതെങ്കിലും രണ്ട് ടേംസിന്റെ ഡിഫറൻസ് 60 ആണോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അത് നിങ്ങൾ ഒരു കാര്യം നോക്കിയാൽ മതി. 60 എന്ന് പറഞ്ഞത് ഇതിന്റെ കോമൺ ഡിഫറൻസ് എത്രയാണ്? ഇതിന്റെ കോമൺ ഡിഫറൻസ് നമുക്ക് എളുപ്പത്തിൽ കണ്ടുപിടിക്കാം. 4 - 2 എന്താ? 4 - 2 ആണ് ഇതിന്റെ കോമൺ ഡിഫറൻസ് വരുന്നത്. ഇതിന്റെ കോമൺ ഡിഫറൻസ് നെക്സ്റ്റ് പേജിൽ എഴുതാം. അതിൽ സ്ഥലമില്ല കേട്ടോ. അപ്പം 2, 4, 6, 8 ഇതിന്റെ കോമൺ ഡിഫറൻസ് നമ്മൾ ഫസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുക. എത്രയാണ്? 4 - 2 വിച്ച് ഇസ് ഈക്വൽ ടു 2. അപ്പൊ ഇതിന്റെ കോമൺ ഡിഫറൻസ് കാൽക്കുലേറ്റ് ചെയ്യുക. എന്നിട്ട് നമുക്ക് ചോദിച്ചിട്ടുള്ള എന്താണ്? 60 എന്താണ് ഈ ഇതിൽ ഏതെങ്കിലും രണ്ട് ടേമിന്റെ ഡിഫറൻസ് ആയിട്ട് വരുമെന്നോ ചോദിച്ചത്. അപ്പൊ നിങ്ങൾ ഒരു കാര്യം നോക്കിയാൽ മതി. ഇതിൽ നമ്മൾ തന്നിരിക്കുന്ന സീക്വൻസിലെ കോമൺ ഡിഫറൻസ് ഫസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാം. എന്നിട്ട് 60 ഈ കോമൺ ഡിഫറൻസിന്റെ മൾട്ടിപ്പിൾ ആണോ നോക്കാം. 60 ഈ കോമൺ ഡിഫറൻസിന്റെ മൾട്ടിപ്പിൾ ആണെങ്കിൽ ഈ 60 എന്താണ്? ഇതിൽ ഏതെങ്കിലും രണ്ട് ടേമിന്റെ ഡിഫറൻസ് ആയിട്ട് വരും. അപ്പൊ എന്താണ് ഈ ക്വസ്റ്റ്യന്റെ ആൻസർ എന്താണ്? അപ്പം ഇവിടെ തന്നിട്ടുള്ള പോലെ തന്നെ ഈ ക്വസ്റ്റ്യന്റെ ആൻസർ യെസ് എന്നാണ്. കാരണം എന്താണ്? കോമൺ ഡിഫറൻസ് ഓഫ് ദ സീക്വൻസ് ഇസ് 2 ആൻഡ് 60 is the multiple of 2. ഓക്കെ, ഇവിടെ എന്താ പൊതുവ്യത്യാസം എന്ന് പറയുന്നത്, നമ്മൾ ഫസ്റ്റ് എന്താ നമ്മളെ സീക്വൻസിന്റെ പൊതുവ്യത്യാസം അല്ലെങ്കിൽ കോമൺ ഡിഫറൻസ് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പൊ നമുക്കൊരു നമ്പർ കിട്ടും. ആ നമ്പർ നമുക്ക് ഏതാണ് ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ എങ്ങനെയെങ്കിലും ഒക്കെയോ ചോദിക്കും. ഏതെങ്കിലും ഒരു സീക്വൻസ് തന്നിട്ട് ചോദിക്കും. അപ്പൊ നമ്മള് എന്താ ഇപ്പൊ ഇവിടെ ചോദിച്ചിട്ടുള്ളത് 60 ആണെന്നാണ്. ഇവിടെ ചോദിച്ചിട്ടുള്ളത് 60 ആണോ എന്നാണ്. ഇവിടെ എന്താ പൊതുവ്യത്യാസം അല്ലെങ്കിൽ കോമൺ ഡിഫറൻസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു 2 ആണെന്നാണ്. അപ്പൊ 2 എന്ന് പറയുന്നത് 60ന്റെ എന്താണ്? 60 എന്ന് പറയുന്നത് 2ന്റെ മൾട്ടിപ്പിൾ ആണ്. അപ്പോ അപ്പൊ നമ്മൾ ഈ ചോദ്യത്തിന്റെ ആൻസർ യെസ് എന്നാണ്. ഇങ്ങനെയും ക്വസ്റ്റ്യൻസ് വരാം. ഇപ്പൊ രണ്ട് തരത്തിൽ നമ്മളിപ്പോ ആദ്യം നമ്മൾ എന്താ സീക്വൻസ് തന്നിട്ട് കോമൺ ഡിഫറൻസ് ചോദിക്കാം. അതുപോലെ പൊസിഷനും ടേമും തന്നിട്ട് കോമൺ ഡിഫറൻസ് ചോദിക്കാം. ഇങ്ങനെയും ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഇതുപോലെ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ കൂടി ചെയ്ത് നോക്കാം. ഒരു ക്വസ്റ്റ്യൻ ഇത് ഈ സീക്വൻസ് തന്നെയാണ്. ഈ സീക്വൻസ് എന്തായാലും നമുക്ക് ഓർമ്മ 2, 4, 6, 8 ആണ് സീക്വൻസ്. വിൽ ദ ഡിഫറൻസ് ബിറ്റ്വീൻ എനി ടു ടേംസ് ബി 45? ഈ സീക്വൻസിലെ ക്വസ്റ്റ്യൻ തന്നെയാണ് കേട്ടോ. അപ്പോ 45 എന്ന് പറയുന്നത് എന്താ 2ന്റെ മൾട്ടിപ്പിൾ അല്ലല്ലോ. അപ്പൊ നമുക്ക് എന്താണ് ഇതിന്റെ ആൻസർ? നോ എന്നാണ് ആൻസർ. അപ്പൊ ഇതിന്റെ മൾട്ടിപ്പിൾ ആവണം, കോമൺ ഡിഫറൻസിന്റെ മൾട്ടിപ്പിൾ ആവണം ഇവിടെ നമ്മൾ ചോദിക്കുന്ന. അതായത് ഇപ്പൊ ഇവിടെ നേരത്തെ ചോദിച്ചത് 60 ആണ്. അപ്പൊ 60 ആൻസർ യെസ് ആണ് ആൻസർ. ഇവിടെ 45 ആണ്. ഏതെങ്കിലും രണ്ട് ടേംസിന്റെ ഡിഫറൻസ് 45 ആവുമോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. പക്ഷെ ഇവിടെ ആവില്ല. കാരണം ഇവിടെ നമുക്ക് ആദ്യം നമ്മൾ കോമൺ ഡിഫറൻസ് കാൽക്കുലേറ്റ് ചെയ്തത് 2ന്റെ മൾട്ടിപ്പിൾ അല്ല. അതായത് 45 ഇസ് നോട്ട് മൾട്ടിപ്പിൾ ഓഫ് 2. അതുകൊണ്ട് ഇതിന്റെ ആൻസർ നോ എന്നാണ്. ഇങ്ങനെയും ക്വസ്റ്റ്യൻസ് വരാം.
സോ ഇനി നെക്സ്റ്റ് നമ്മളിപ്പോ പൊസിഷനും ടേമും അരിത്തമെറ്റിക് സീക്വൻസിന്റെ പൊസിഷനും ടേമും അതുപോലെ കോമൺ ഡിഫറൻസ് ഒക്കെ നമ്മൾ പരിചയപ്പെട്ടു. ഇനി നെക്സ്റ്റ് ടോപ്പിക്കിലേക്കാണ് പോകുന്നത്, ഓൾജിബ്ര ഓഫ് അരിത്തമെറ്റിക് സീക്വൻസ്. ഇതാണ് ഈ ചാപ്റ്ററിന്റെ മെയിൻ ഭാഗം എന്ന് പറയുന്നത്. മറ്റേത് നമ്മൾ ഇതിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, ആ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിലേ ഇനിയുള്ള അങ്ങോട്ടുള്ളത് നമുക്ക് നല്ല രീതിയിൽ പഠിക്കാൻ പറ്റുള്ളൂ. ഈ ടോപ്പിക് നമ്മൾ ഇന്ന് കുറച്ച് എടുക്കുന്നുണ്ട്, തുടക്കത്തിലുള്ള കുറച്ച് കാര്യങ്ങൾ എടുക്കുന്നുണ്ട്, ബാക്കി നെക്സ്റ്റ് ക്ലാസ്സിലാവട്ടെ എടുക്കുക. ഓക്കെ, അപ്പൊ നമ്മള് ഓൾജിബ്ര ഓഫ് അരിത്തമെറ്റിക് സീക്വൻസിൽ ഫസ്റ്റ് ഇത് ടെക്സ്റ്റിലുള്ള ഒരു പോർഷൻ ആണ്. ടെക്സ്റ്റിലുള്ള തമ്മിലുള്ള എക്സാമ്പിൾ തന്നെയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഒരു സീക്വൻസ് കൺസിഡർ ചെയ്യുക. ഇവിടെ ഒരു സീക്വൻസ് എടുത്തിട്ടുണ്ട്, 19, 28, 37 എക്സെട്ര. ഇതിന്റെ കോമൺ ഡിഫറൻസ് 9 ആണെന്ന് ഇവർ പറയുന്നുണ്ട്. കോമൺ ഡിഫറൻസ് എന്താണ്? 9 ആണ്. നമുക്ക് നോക്കാം 9 ആണെന്ന്. എങ്ങനെയാണ് നമ്മൾ കോമൺ ഡിഫറൻസ് കാൽക്കുലേറ്റ് ചെയ്യുക? അടുത്തടുത്ത് രണ്ട് ടേം സെപ്പറേറ്റ് ചെയ്യുക അല്ലെ. 28 മൈനസ് 90 എന്താണ്? 9 ആണ്. അപ്പൊ കോമൺ ഡിഫറൻസ് 9 ആണ്. അപ്പം to get the term at any position of the sequence, we must multiply the position difference from the first by the common difference 9 and add it to the first term 90. നമുക്ക് ഇങ്ങനെ പറഞ്ഞാൽ മനസ്സിലാവില്ല, പക്ഷെ നമുക്ക് ഒരു എക്സാമ്പിളിലൂടെ നമുക്ക് മനസ്സിലാക്കേണ്ടതാണെന്ന്. ഓക്കെ, ഇവിടെ നമുക്ക് നമ്മുടെ ഇതെന്തായിരുന്നു? 19 സീക്വൻസ് 19, 28, 37 എന്നായിരുന്നു അല്ലെ. അപ്പം ഇവിടെ നമ്മള് 15th ടേം ആണ് കണ്ടുപിടിക്കുന്നത് വിചാരിക്കാം. 15th ടേം എടുക്കുകയാണ്. ഓക്കെ, അപ്പോ ഇവിടെ പറഞ്ഞിട്ടുള്ളത് പൊസിഷൻ ഡിഫറൻസ് ഫ്രം ദ ഫസ്റ്റ്. അതായത് 15th ടേം ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടതെങ്കിൽ അതിന്റെ പൊസിഷൻ ഡിഫറൻസ്, ഫസ്റ്റിൽ നിന്നുള്ള പൊസിഷൻ ഡിഫറൻസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം ഫസ്റ്റ്. അതെങ്ങനെയാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം? 15 മൈനസ് 1, 14. അതിന്റെ പൊസിഷൻ ഡിഫറൻസ് എന്ന് പറയുന്നത് 40 ആണ്. സോ to get the 15th term, we must add 14 times the common difference 9. അതായത് 15th ടേം കിട്ടണമെങ്കിൽ നമ്മൾ ഫസ്റ്റ് നമ്മൾ എന്താ വേണ്ടത്? പൊസിഷൻ ഡിഫറൻസ് കണ്ടുപിടിക്കണം ഫ്രം ദ ഫസ്റ്റ്. ഫസ്റ്റിൽ നിന്നുള്ള പൊസിഷൻ ഡിഫറൻസ് കണ്ടുപിടിക്കണം. പദവ്യത്യാസം, ഫസ്റ്റിൽ നിന്നുള്ള പദവ്യത്യാസം അല്ലെങ്കിൽ പൊസിഷൻ ഡിഫറൻസ് കണ്ടുപിടിക്കണം. നമ്മൾ കണ്ടുപിടിച്ചു, 14 എന്ന് കിട്ടി. So to get the 15th term, we must add 40 times the common difference. അതായത് 15th ടേം കിട്ടണമെങ്കിൽ നമ്മൾ 40 ടൈംസ് കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യണം. പ്ലസ് എന്തും കൂടി ചെയ്യണം? ടു ദ ഫസ്റ്റ് ടേം. ഫസ്റ്റ് ടേമിനോട് 14 ടൈംസ് കോമൺ ഡിഫറൻസ് ആഡ് ചെയ്താലേ നമുക്ക് 15th ടേം കിട്ടുള്ളൂ. നമുക്ക് ഇങ്ങനെ ഒരു തിയറി പോലെ പറഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് മനസ്സിലാവുണ്ടാവില്ല. പക്ഷെ നമുക്ക് ഇതിന്റെ ഇക്വേഷൻ അങ്ങനെ പഠിച്ചു വെച്ചാൽ എളുപ്പമായിട്ട് നമുക്ക് ഏതെങ്കിലും ഒരു സീക്വൻസിൽ തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എത്രാമത്തെ ടേം വേണമെങ്കിലും നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അതിനാണ് നമ്മൾ nth ഫോർമുല പഠിക്കുന്നത്. nth ഫോർമുല ഈ ചാപ്റ്ററിൽ വെരി 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 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. nth എന്ന് പറയുന്നത്, nth ഇപ്പൊ നമ്മൾ ഇവിടെ ഈ സീക്വൻസിൽ നമ്മൾ 15th ടേം ആണ് നമ്മൾ കണ്ടുപിടിക്കാൻ പറഞ്ഞത്. അതായത് ഏതെങ്കിലും ഒരു സീക്വൻസ് തന്നിട്ട് നമ്മൾക്ക് ഏതെങ്കിലും ഒരു 100ാമത്തെയോ 50ാമത്തെയോ ഒക്കെ ടേം കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നമ്മൾ ഈ ഫോർമുല യൂസ് ചെയ്താൽ മതി, നമുക്ക് എളുപ്പത്തിൽ കിട്ടും. അതായത് an is equal to a1 എന്ന് പറയുന്നത് എന്താണ്? ഫസ്റ്റ് ടേം ആണ് a1. ഫസ്റ്റ് ടേം ആണ് a1 അല്ലെങ്കിൽ f എന്നോ x1 എന്നോ ഒക്കെ നിങ്ങളുടെ ഇഷ്ടത്തിൽ പോലെ ഉപയോഗിക്കുക. ഏതെങ്കിലും ഒന്ന് യൂസ് ചെയ്യുക. അപ്പൊ നമുക്ക് ഇങ്ങനെ പലതും യൂസ് ചെയ്ത് ആകെ കൺഫ്യൂഷൻ ആവും. അപ്പം ഇവിടെ ഞാൻ യൂസ് ചെയ്തിരിക്കുന്ന a1 എന്നോ, നിങ്ങൾക്ക് വേണമെങ്കിൽ x1 എന്നോ f എന്നൊക്കെ യൂസ് ചെയ്യാം. അപ്പൊ a1 എന്ന് പറയുന്നത് ഫസ്റ്റ് ടേം ആണ്. ഫസ്റ്റ് ടേമിനോട് n-1 തവണ കോമൺ ഡിഫറൻസ് അല്ലെങ്കിൽ പൊതു വ്യത്യാസം മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോഴാണ് നമുക്ക് nth ടേം കിട്ടുക. ഈ nth ടേമിന്റെ ഫോർമുല വെരി ഇമ്പോർട്ടന്റ് ആണ്. an is equal to a1 plus n-1 into d. ഈ n എന്ന് പറയുന്നത് എന്താണ്? നമുക്കിപ്പം 50ാമത്തെ ആണെങ്കിൽ 50 മൈനസ് 1, 100ാമത്തെ ആണെങ്കിൽ 100 മൈനസ് 1. ആ പൊസിഷൻ ആണ് നമ്മൾ nth പൊസിഷൻ ആണ് നമ്മൾ
ഈ n എന്നുള്ളത് പറയുന്നത്. ഡി പറഞ്ഞാൽ നമുക്കറിയാം കോമൺ ഡിഫറൻസ് ആണെന്ന് പറയാം. A1 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടേം. അപ്പൊ ഈ ഇക്വേഷൻ ഇമ്പോർട്ടന്റ് ആണ്. nth ടേം ഇസ് ഈക്വൽ ടു an ഇസ് ഈക്വൽ ടു a1 പ്ലസ് n മൈനസ് 1 ഇൻറ്റു ഡി. അപ്പൊ നമുക്ക് ഇതുപോലെ നമുക്ക് എങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരുന്നത് നമുക്ക് നോക്കാം. ഫസ്റ്റ് ടേം എന്ന് പറഞ്ഞാൽ ഒരു ക്വസ്റ്റ്യൻ ഇവിടെ പറയുന്നുണ്ട്. ഫസ്റ്റ് ടേം എന്ന് പറഞ്ഞാൽ 12 ആണ്. കോമൺ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ 5 ആണ്. വാട്ട് ഈസ് ദ 21st ടേം ഓഫ് ദ സീക്വൻസ്? നമുക്കിവിടെ ഫസ്റ്റ് ടേം തന്നിട്ടുണ്ട്, കോമൺ ഡിഫറൻസ് തന്നിട്ടുണ്ട്. അപ്പൊ എന്താ, നമുക്ക് നമ്മളെ ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ഏത് ടേം കോമൺ ഫസ്റ്റ് ടേമും കോമൺ ഡിഫറൻസും തന്നാൽ നമുക്ക് ആ സീക്വൻസിന്റെ എല്ലാ കാര്യങ്ങളും പറയാൻ പറ്റും. ഏതെങ്കിലും ഒരു 50-ാമത്തെയോ 100-ാമത്തെയോ ഒക്കെ ആയിക്കോട്ടെ, ഏതെങ്കിലും ഒരു ടേം ചോദിച്ചാൽ നമുക്ക് എന്ത് ഈ ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ ഇക്വേഷൻ മറക്കണ്ട. an is equal to a1 plus n minus 1 into d. ഓക്കെ, അപ്പൊ ഇവിടെ ഫസ്റ്റ് ടേം ആണ് കണ്ടുപിടിക്കാൻ പറയുന്നത്. അപ്പൊ ഫസ്റ്റ് ടേം നമുക്ക് തന്നിട്ടുണ്ട് 12 എന്ന് തന്നിട്ടുണ്ട്. അതുപോലെ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് 21ാമത്തെ ടേം എന്താണെന്നാ ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നമുക്ക് n 21 എന്നറിയാം. n മൈനസ് 1 ആണ് ഇവിടെ കൊടുക്കുന്നത്. 21 മൈനസ് 1 20. അപ്പം 12 പ്ലസ് 20 ഇൻറ്റു 5 ചെയ്യുമ്പോൾ നമുക്ക് 112 എന്നുള്ള ആൻസർ കിട്ടും. അപ്പൊ നമുക്ക് ഏതെങ്കിലും ഒരു ഇങ്ങനെ എങ്ങനത്തെ ക്വസ്റ്റ്യൻസ് എന്തായാലും എക്സാമിന് ചോദിക്കും. അപ്പൊ ഏത് ടേം ചോദിച്ചാലും നമുക്ക് ഈ ഒരൊറ്റ ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് എന്തും അങ്ങനത്തെ ചെയ്യാൻ പറ്റും. അപ്പൊ ഈ ഇക്വേഷന് എപ്പോഴും പറയുന്നു വെരി ഇമ്പോർട്ടന്റ് ആണ്. എന്തായാലും ഈ ഇക്വേഷൻ മസ്റ്റ് ആയിട്ട് പഠിക്കുക. ഓക്കെ, ഇനി എന്താ നിങ്ങളോട് എന്നാണ് ചോദിക്കുന്നതെങ്കിൽ, അതായത് ടേം പൊസിഷൻ ആണ് ചോദിക്കുന്നതെങ്കിൽ നമുക്ക് അപ്പൊ ഇവിടെ എന്തൊക്കെ തരണം? നമുക്ക് nth ടേം തരണം, അതുപോലെ ഫസ്റ്റ് ടേം തരണം, കോമൺ ഡിഫറൻസ് തരണം. അപ്പൊ ഫസ്റ്റ് ടേമും കോമൺ ഡിഫറൻസും nth ടേമും തന്നിട്ട് പൊസിഷൻ ആണ് നിങ്ങളോട്, പൊസിഷൻ സ്ഥാനമാണെങ്കിൽ എന്നാണ് ചോദിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഇക്വേഷനും ഇങ്ങനെ നമുക്കത് സോൾവ് ചെയ്തിട്ട് നമുക്ക് ഇങ്ങനെ ഒരു ഇക്വേഷൻ നമുക്ക് ഉണ്ടാക്കാം. n is equal to an minus a1, a എന്ന് വിളിക്കുക, a1 എന്ന് വിളിക്കുക, ഡിവൈഡഡ് ബൈ d. an എന്ന് പറഞ്ഞാൽ nth ടേം ആണ്, a എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടേം ആണ്, d എന്ന് പറഞ്ഞാൽ കോമൺ ഡിഫറൻസ് ആണ്, പ്ലസ് 1. ഓക്കെ, അപ്പൊ n ആണ് ചോദിക്കുന്നതെങ്കിൽ നമുക്ക് ഈ ഇക്വേഷനും യൂസ് ചെയ്യാം.
ഓൾജിബ്ര ഓഫ് അരിത്തമെറ്റിക് സീക്വൻസ് ആണ് എടുക്കുന്നത്. ഇതിൽ നമ്മൾ നമ്മുടെ ഇതിലുള്ള പോലെ തന്നെ ടെക്സ്റ്റിൽ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഒരു സീക്വൻസ് തന്നിട്ടുണ്ട് 19, 28, 37. അതിന്റെ കോമൺ ഡിഫറൻസ് 9 ആണ്. അതായത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക 28 മൈനസ് 19 വിച്ച് ഇസ് ഈക്വൽ ടു എന്താണ് 9 ആണ്. To get the term at any position of the sequence, we must multiply the position. To get the term at any position of the sequence, we must multiply the position difference from the first by the common difference sign and add to the first term 19. അപ്പം ഇവിടെ നമ്മള് എന്താ 15th term, if we take 15th term, the position difference from the first is 15 minus 14. So to get the 15th term, we must add 40 times the common difference 9 to get to the first term 19. അതായത് നമ്മൾ 15th term ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് വിചാരിക്കാം. അപ്പൊ നമ്മൾ 15th term കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ പൊസിഷൻ ഡിഫറൻസ് ഫ്രം ദ ഫസ്റ്റ്, ആദ്യം പൊസിഷൻ ഡിഫറൻസ് കണ്ടുപിടിക്കണം. ഫസ്റ്റിൽ നിന്നുള്ള 15th ടേമിലേക്കുള്ള പൊസിഷൻ ഡിഫറൻസ് എന്ന് പറയുന്നത് 15 minus 1 14 ആണ്. So to get the 15th term, we must add 40 times the common difference 9 to the first term 90. അത് എന്താ നമ്മള് 15th term ആണ് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മള് എന്താ ആദ്യം പൊസിഷൻ ഡിഫറൻസ് ഫ്രം ഫസ്റ്റ് കണ്ടുപിടിക്കുക. 15 minus 1 14. To get the 15th term, we must add 40 times the common difference. So we to the get 15th term നമ്മൾ കണ്ടുപിടിക്കണേ നമ്മൾ പൊസിഷൻ ഡിഫറൻസ് ഫസ്റ്റ് ആഡ് ചെയ്യുക. 14 കിട്ടി. ആൻഡ് നമ്മൾ എന്ത് ചെയ്യാം, ഈ 14നോട് നമ്മൾ കോമൺ ഡിഫറൻസ് മൾട്ടിപ്ലൈ ചെയ്യാം. എന്നിട്ട് പ്ലസ് ഫസ്റ്റ് ടേം, അതാണ് ഫസ്റ്റ് ടേം 19. 14 എന്ന് പറഞ്ഞാൽ പൊസിഷൻ ഡിഫറൻസ് ഫ്രം ഫസ്റ്റ് ഇൻറ്റു കോമൺ ഡിഫറൻസ് ഈക്വൽ ടു നമുക്ക് ഒരു ആൻസർ കിട്ടി. അങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുക. ഇത് നമ്മളൊരു ഇക്വേഷൻ ഉണ്ട്, ആ ഇക്വേഷൻ വെച്ച് എളുപ്പം കിട്ടും. ഓക്കെ, അതിനെയാണ് നമ്മൾ nth ഫോർമുല എന്ന് പറയുന്നത്. nth ഫോർമുല ഈ ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫോർമുലയാണ്, എന്തായാലും പഠിച്ചിരിക്കണം. ഈ ചാപ്റ്ററിന്റെ ഒരു ഇമ്പോർട്ടന്റ് ഫോർമുലയാണ്. ഈ ഫോർമുല എന്ന് പറയുന്നത് an is equal to a1 plus n minus 1 into d. an എന്ന് പറഞ്ഞാൽ nth ടേം ആണ്. nth ടേം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നതെങ്കിൽ ഫസ്റ്റ് ടേമിന് നിങ്ങൾക്ക് f1 എന്നോ x1 എന്നൊക്കെ നമുക്ക് ഡിനോട്ട് ചെയ്യാം. നിങ്ങളുടെ ഇഷ്ടത്തിന് ഏതെങ്കിലും ഒന്ന് യൂസ് ചെയ്യാം, അതായിരിക്കും, അല്ലെങ്കിൽ കൺഫ്യൂഷൻ ആയി പോകുക എല്ലാതും കൂടെ. ഇവിടെ ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത് a1 എന്നാണ്. അപ്പോൾ an is equal to a1 ഫസ്റ്റ് ടേം n minus 1 into d കോമൺ ഡിഫറൻസ് ആണെന്ന് അറിയാം. ഇത് ഫസ്റ്റ് ടേം ആണെന്ന് അറിയാം. ഓക്കെ, n എന്ന് പറഞ്ഞാൽ എന്താ, എത്രാമത്തെ ടേം ആണ് നമ്മളിപ്പോ 15ാമത്തെ ടേം ആണ് കണ്ടുപിടിച്ചത്. അപ്പൊ 15 minus 1. അപ്പൊ എത്രാമത്തെ ടേം ആണ് കണ്ടുപിടിക്കുന്നത്, ആ പൊസിഷൻ ആണ് n എന്ന് പറയുന്നത്. ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. ഫസ്റ്റ് ടേം 12 ആണ്. കോമൺ ഡിഫറൻസ് എന്താണ്? കോമൺ ഡിഫറൻസ് 5. വാട്ട് ഈസ് ദ 21st ടേം ഓഫ് ദ സീക്വൻസ്? ഫസ്റ്റ് ടേം തന്നിട്ടുണ്ട് A21 ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഫസ്റ്റ് ടേം നമുക്ക് തന്നിട്ടുണ്ട് 12 ആണെന്ന്. അപ്പൊ ഫസ്റ്റ് ടേമും കോമൺ ഡിഫറൻസ് നമുക്ക് തന്നിട്ടുണ്ട്. നമ്മുടെ ഇക്വേഷൻ പ്രകാരം ഇക്വേഷൻ എന്താണ്? an is equal to a1 plus n minus 1 into d. ഓക്കെ, ഇക്വേഷൻ വെച്ച് നമുക്ക് കണ്ടുപിടിക്കാം. 21st ടേം ആണ് കണ്ടുപിടിക്കുക. അപ്പൊ A21 is equal to 12 ഫസ്റ്റ് ടേം, 21 minus 1 n minus 1 ഇൻറ്റു ഡി ആണ് കോമൺ ഡിഫറൻസ്, ഇവിടെ 5 ആണ്. അങ്ങനെ നമുക്ക് എന്ത് കിട്ടും? 1 1 12 എന്ന ആൻസർ കിട്ടും. അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ് എന്നിന്റെ ഫോർമുല. അതായത് ടേം നമ്മളിപ്പോ nth എന്നുള്ള ടേം നമ്മൾ കണ്ടുപിടിച്ചു. അതുപോലെ പൊസിഷൻ ആണെന്ന് പറയുന്നത് അതിൽ ടേമും അതുപോലെ കോമൺ ഡിഫറൻസ് ഫസ്റ്റ് ടേം ഒക്കെ തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? അതിന്റെ പൊസിഷൻ കണ്ടുപിടിക്കാം.
നമുക്ക് അതിന്റെ പൊസിഷൻ നമുക്ക് പൊസിഷൻ കണ്ടുപിടിക്കാൻ പറ്റും. എന്നും അതായത് nth ടേമും ഫസ്റ്റ് ടേമും കോമൺ ഡിഫറൻസും ഒക്കെ തന്നെ നമുക്ക് പൊസിഷൻ കണ്ടുപിടിക്കാൻ പറ്റും. അതിനാണ് നമ്മൾ ഈ ഫോർമുല യൂസ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ nth ഫോർമുല എന്തായാലും പഠിക്കണം. nth ഫോർമുല എന്താണ്? a1 പ്ലസ് n-1 ഇൻറ്റു ഡി. അതുപോലെ n കണ്ടുപിടിക്കാൻ ഒരു ഫോർമുല ഉണ്ട്, അതാണ് ഇപ്പോൾ ഇവിടെ തന്നിട്ടുള്ളത്. പക്ഷെ ഇതിൽ എങ്ങനെ ക്വസ്റ്റ്യൻ വരുന്നത് നമുക്ക് ഒന്ന് നോക്കാം. നെക്സ്റ്റ് അത് നോക്കാം. ക്വസ്റ്റ്യൻ എന്താ വരിക? ചെക്ക് വെദർ 301 ആസ് എ ടേം ഓഫ് ലിസ്റ്റ് ഓഫ് നമ്പേഴ്സ് 5, 11, 23, 29, 35. അതായത് 301 ഇവിടെ 301 ഈ ഒരു ഇവിടെ ഒരു ലിസ്റ്റ് ഓഫ് നമ്പേഴ്സ് തന്നിട്ടുണ്ട്. ഈ സീക്വൻസിലെ എന്താ ടേം ആണോ 301 എന്നാണ് നമ്മളോട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞത്. അതിൽ നമ്മൾ ഇവിടെ യൂസ് ചെയ്യേണ്ട ഫോർമുല എന്താ? n കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ്, പൊസിഷൻ കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത്. n ഇസ് ഈക്വൽ ടു എന്താണ്? an മൈനസ് a ഡിവൈഡഡ് ബൈ d പ്ലസ് 1 ആണ്. നമുക്ക് ഇവിടെ ഒക്കെ തന്നിട്ടുണ്ട്. a1 എന്ന് പറയുന്നത് എന്താണ്? 5 ആണ്. അതുപോലെ കോമൺ ഡിഫറൻസ് 6 ആണ്. അതുപോലെ n ആണ് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഇവിടെ എങ്ങനെ നമ്മൾ n ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് മനസ്സിലായതെന്ന് വെച്ചാല്, നമുക്കിവിടെ nth ടേം തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇതിലെ ടേം ആണോ, ഈ സീക്വൻസിലെ ടേം ആണോ എന്ന് അറിയണമെങ്കിൽ നമുക്ക് അതിന്റെ പൊസിഷൻ അറിയണം അല്ലേ? അപ്പൊ പൊസിഷൻ അറിയണം. അപ്പൊ നമ്മൾ പൊസിഷൻ ആണ് ഇവിടെ കണ്ടുപിടിക്കേണ്ടത്. നമ്മളിങ്ങനെ ഇതിന്റെ വാല്യൂസ് ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്കൊരു ആൻസർ ഇവിടെ കിട്ടുന്നുണ്ട്. 15.33 കിട്ടുന്നുണ്ട്. അപ്പൊ 50.33 എന്താണ്? ഇതൊരു ഇന്റിജർ അല്ല. അപ്പൊ ഇതിനിപ്പോ 50 ആണോ അതോ 51 ആണോ? അതിന്റെ ഇടയിലുള്ള ഒരു നമ്പർ അല്ലേ? അപ്പൊ അതൊരു ഇന്റിജർ അല്ലല്ലോ. അപ്പൊ നമുക്ക് എന്ത് പറയാം? ഈ ലിസ്റ്റ് ഓഫ് നമ്പേഴ്സിൽ ഈ 301 ഇൻക്ലൂഡ് ആവില്ല എന്ന് നമുക്ക് പറയാൻ പറ്റും. അങ്ങനെയാണ് നമുക്ക് എന്നിന്റെ ഫോർമുല യൂസ് ചെയ്യുന്നത്. ഏത് രീതിയിലെ ക്വസ്റ്റ്യൻ വരിക എന്ന് വെച്ചാൽ, ഇങ്ങനെ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ് നമുക്ക് എന്നിന്റെ ഫോർമുല വെച്ചിട്ട് ചോദിക്കാൻ സാധ്യതയുള്ളത്. അതുപോലെ നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്യാം. എന്താ ഒരു ആൾജിബ്രിക് ഫോം. ആൾജിബ്രൈക് ഫോം വെച്ചിട്ട് നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്യാം. ആൾജിബ്രൈക് ഫോം എന്ന് പറഞ്ഞാൽ നമ്മൾ nth ഫോർമുല വെച്ചിട്ടാണ് ചെയ്യാം. nth ഫോർമുല നമുക്ക് എന്താ പറഞ്ഞിരുന്നത്? an is equal to nth term is equal to a1 plus n minus 1 into d അല്ലേ? n is equal to a1 plus n minus 1 into d. നമുക്കൊരു ക്വസ്റ്റ്യൻ അങ്ങനെ ചെയ്യാം. ഓക്കെ, ലെറ്റ്സ് ടേക്ക് ഒരു സീക്വൻസ് ഏതെങ്കിലും. ഓക്കെ, 4, 8, 12 ആണ് നമ്മൾ എടുക്കുന്നതെന്ന് വിചാരിക്കാം. ഈ 4, 8, 12 നമുക്ക് നമ്മളെ ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് എന്തൊക്കെ വേണം? ഫസ്റ്റ് ടേം വേണം. a1 എന്താണ് ഇതില്? 4 ആണ്. അതുപോലെ കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് 8 മൈനസ് 4 എന്താണ്? 4 ആണ്. കോമൺ ഡിഫറൻസും 4 ആണ്. അപ്പൊ നമ്മുടെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ an is equal to a1 plus n minus 1 into d. a1 എന്താണ്? a1 എന്ന് പറയുന്നത് 4 ആണ്. 4, 8, 12 അല്ലേ? 4 plus n n minus 1 into d എന്ന് പറയുന്നതും 4 ആണ്. നമുക്ക് n is equal to 4 ആണ് ഫസ്റ്റ് ടേം. 4 plus n minus 1 into 4
4 പ്ലസ് 4n മൈനസ് 4 ഇതൊന്ന് ക്യാൻസൽ ചെയ്ത് പോയി. അപ്പൊ ഇതിന്റെ ആൾജിബ്രായിക് ഫോം എന്ന് പറയുന്നത് എന്താണ്? 4n ആണ്. നമുക്ക് കറക്റ്റ് ആണോ നോക്കാം. ഇങ്ങനെ നമുക്ക് നോക്കാം. നമ്മുടെ സീക്വൻസ് എന്ന് പറയുന്നത് എന്താണ്? 4, 8, 12 ആണ്. നമുക്ക് കിട്ടിയിരിക്കുന്ന ആൾജിബ്രായിക് ഫോം എന്ന് പറയുന്നത് 4n ആണ്. അതായത് എന്നിന് നമ്മൾ കൊടുക്കുക. ഇത് ഫസ്റ്റ് പൊസിഷൻ, ഇത് സെക്കൻഡ്, ഇത് തേർഡ്. എന്നിന് നമുക്ക് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് വാല്യൂസ് കൊടുക്കുമ്പോൾ ഇത് കിട്ടുന്നുണ്ടോ നോക്കാം. 4 into 1, അതുപോലെ 4 into 2, 4 into 3. 4 into 1 എന്താണ്? 4. 4 into 2, 8. 4 into 3, 12. അപ്പൊ 4, 8, 12 എന്നുള്ള ഇത് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പൊ നമുക്ക് എന്ത് പറയാം? ഈ ആൾജിബ്രായിക് ഫോം വെച്ചിട്ട് നമുക്ക് ആൾജിബ്രായിക് ഫോം കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിന് എന്നിൽ വാല്യൂ കൊടുക്കുമ്പോൾ അത് ആ സീക്വൻസിൽ ഏതെങ്കിലുമൊക്കെ ടേം നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇങ്ങനെ ക്വസ്റ്റ്യൻസ് വരാം. നമുക്ക് വേറൊരു ക്വസ്റ്റ്യൻ ചെയ്യാം അതേപോലെ. ഒരു ക്വസ്റ്റ്യൻ എന്താ എടുക്കാം. 3, 7, 11. ഓക്കെ, ഇതിന്റെ ആൾജിബ്രായിക് ഫോം ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നമ്മൾ എങ്ങനെ എഴുതാം? ഫസ്റ്റ് ടേം അറിയാം. നമുക്ക് ആദ്യം ഒരു സീക്വൻസ് കിട്ടിയ ഫസ്റ്റ് ടേം കോമൺ ഡിഫറൻസ് ഒക്കെ എഴുതിക്കാം. ഫസ്റ്റ് ടേം 3, കോമൺ ഡിഫറൻസ് 4. നമ്മുടെ ഇക്വേഷൻ എന്താണ്? an is equal to a1 plus n minus 1 into b. അല്ലേ? അപ്പം n is equal to ഫസ്റ്റ് ടേം 3 അല്ലേ? പ്ലസ് n minus 1 into 3, 7 അല്ലേ? 3, 7, 11 അല്ലേ? അപ്പം കോമൺ ഡിഫറൻസ് 4. an is equal to 3 plus n minus 1 into d എന്ന് പറഞ്ഞാൽ 4 ആണ് ഇവിടെ. 3 plus 4n minus 4. അതായത് 3 മൈനസ് 4 എന്ന് പറഞ്ഞാൽ -1. അതായത് 4n മൈനസ് 1. ഇതാണ് ഈ സീക്വൻസിന്റെ ആൾജിബ്രായിക് ഫോം എന്ന് പറയുന്നത്. അതാണോ നോക്കാം. 3, 7, 11 അല്ലേ? ഇതിന്റെ കോമൺ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ 4 ആണ്. ഇതിന്റെ ആൾജിബ്രായിക് ഫോം എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് കിട്ടിയിട്ടുണ്ട് 4n മൈനസ് 1 ആണ് ഇതിന്റെ ആൾജിബ്രായിക് ഫോം എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ശരിയാണോ നോക്കാം. അത് ഫസ്റ്റ് ടേം, ഇത് സെക്കൻഡ് ടേം, ഇതെന്താണ്? തേർഡ് ടേം. എന്നിന് വാല്യൂ കൊടുക്കാം. ഫസ്റ്റ് ടേം കിട്ടുന്നുണ്ട്, അതുപോലെ സെക്കൻഡ് ടേം അതേപോലെ നമുക്ക് ചെയ്ത് നോക്കാം. അപ്പം ഇങ്ങനെയാണ്, ഇതാണ് ആൾജിബ്രായിക് ഫോമിനോടുള്ള ഗുണം. അതായത് ഇപ്പൊ നമുക്ക് ആൾജിബ്രായിക് ഫോം തന്നിട്ട് നമുക്ക് എന്താ ഒരു തിയറി ടൈപ്പ് ക്വസ്റ്റ്യൻ അങ്ങനെ ചോദിക്കാം. അതായത് ഇപ്പൊ ഇത് തന്നിട്ട് ഇത് പ്രൂവ് ചെയ്യാനൊക്കെ അങ്ങനെ ചിലപ്പോ ഒക്കെ ചോദിക്കാം. അങ്ങനെ ചോദിച്ചിട്ടും കണ്ടതായിട്ട് എനിക്ക് ഓർമ്മയില്ല, എന്നാലും അങ്ങനെയും ചോദിക്കാം. ഓക്കെ. അപ്പൊ ഇന്ന് ഇപ്പോ ഇതിന്റെ ബാക്കി കുറെ ഇതിന്റെ ആൾജിബ്രായിക് ഫോം, അതുപോലെ ആൾജിബ്രായിക് അരിത്തമെറ്റിക് സീക്വൻസിന്റെ ബാക്കി കുറച്ച് കാര്യങ്ങളൊക്കെ അടുത്ത ക്ലാസ്സിലാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാം. എന്താ ക്വിസിന് കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ഇട്ടിട്ടുണ്ട്. ആൾജിബ്രായിക് ഫോം വെച്ചിട്ട് ക്വസ്റ്റ്യൻ ഇട്ടിട്ടുണ്ട്. എല്ലാം വെച്ചിട്ട് ഒരു 10 ക്വസ്റ്റ്യൻ എങ്ങാണ്ട് ഇട്ടിട്ടുണ്ട്. അത് ചെയ്യാം. അപ്പൊ നമ്മൾ ഇന്ന് എന്തൊക്കെ എടുത്തത്? എന്താണ് അരിത്തമെറ്റിക് സീക്വൻസ് എന്ന് നമ്മൾ പറഞ്ഞു. എന്താണ് അരിത്തമെറ്റിക്
എന്താണ് അരിത്തമെറ്റിക് സീക്വൻസ് എന്താണെന്ന് നമ്മൾ പറഞ്ഞു. അതുപോലെ എന്ത് പറഞ്ഞു? ടേം എന്താണെന്ന് പറഞ്ഞു. പൊസിഷൻ എന്താണെന്ന് പറഞ്ഞു. പിന്നെന്താ പറഞ്ഞേ? ടേമും പൊസിഷനും പറഞ്ഞു. അതുപോലെ അരിത്തമെറ്റിക് സീക്വൻസ് 2 ഡെഫിനിഷൻസ് ഒക്കെ നമ്മൾ പറഞ്ഞു അല്ലെ? ഫിക്സഡ് നമ്പർ റിപ്പീറ്റഡ്ലി ആഡ് ചെയ്യുമ്പോഴാണ്, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് അതിനെയാണ് തോന്നുന്നത്. കോമൺ ഡിഫറൻസ് നമ്മൾ പറഞ്ഞു. കോമൺ ഡിഫറൻസ് നമ്മൾ പറഞ്ഞു. അതുപോലെ നമ്മൾ എന്തൊക്കെ പറഞ്ഞു? ടേമും പൊസിഷനും തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു ഇക്വേഷൻ പഠിച്ചു. കോമൺ ഡിഫറൻസ് കാൽക്കുലേറ്റ് ചെയ്യാൻ ടേം ഡിഫറൻസ് ഡിവൈഡഡ് ബൈ പൊസിഷൻ ഡിഫറൻസ് അല്ലെങ്കിൽ ഡി ഈസ് ഈക്വൽ ടു ടേം ഡിഫറൻസ് ഷോർട്ട് ആണ് ടി ഡി ബൈ പി ഡി. ടേം ഡിഫറൻസ് ബൈ പൊസിഷൻ ഡിഫറൻസ്. ടേം ഡിഫറൻസ് പദ വ്യത്യാസം ബൈ സ്ഥാന വ്യത്യാസം. ഇപ്പൊ ടേമും പൊസിഷനും തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയാണ് കോമൺ ഡിഫറൻസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്ന് പറഞ്ഞു. ഓക്കെ, ഇത് രണ്ടും പറഞ്ഞു. പിന്നെ നമ്മള് എന്താ, ഏതെങ്കിലും ഒരു സീക്വൻസ് തന്നിട്ട്, ഇപ്പോ ഏതെങ്കിലും ഒരു സീക്വൻസ് തന്നിട്ട് ഏതെങ്കിലും ഒരു നമ്പർ ചോദിക്കുകയാണ്, ഈ സീക്വൻസിൽ ഏതെങ്കിലും രണ്ട് ടേമിന്റെ ഡിഫറൻസ് ആണോ, അതെങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് നമ്മൾ പറഞ്ഞു. അപ്പോ എന്താ 2468 ആണെങ്കിൽ 68 ആണെങ്കിൽ എന്താ ഒരു 40 ഇതിലെ ഏതെങ്കിലും ടേംസിന്റെ ഡിഫറൻസ് ആണോ എന്ന് ചോദിച്ചാൽ നമ്മൾ എങ്ങനെ ആദ്യം നമ്മൾ കോമൺ ഡിഫറൻസ് കാൽക്കുലേറ്റ് ചെയ്യും. 2 ആണ്. 2 എന്ന് പറയുന്നത് 40ന്റെ 2 എന്ന് പറയുന്നതിന്റെ മൾട്ടിപ്പിൾ ആണ്. 2ന്റെ മൾട്ടിപ്പിൾ ആണ് 40 എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഇതിലെ എന്താ ഡിഫറൻസ് ആയിട്ട് വരുമെന്ന് നമ്മൾ പറഞ്ഞു. അങ്ങനത്തെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ചെയ്തു. പിന്നെ നമ്മൾ വന്നത് ആൾജിബ്രായിക് അരിത്തമെറ്റിക് സീക്വൻസിനാണ്. അതിൽ നമ്മൾ nth ഫോർമുല പറഞ്ഞു. അതുപോലെ nth ഫോർമുല ഇമ്പോർട്ടന്റ് ആണ്. an is equal to n minus a1 plus n minus 1 into d ആണ്. അത് ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ n-ന്റെ ഫോർമുല ഇമ്പോർട്ടന്റ്, an minus a1 divided by d plus 1. അതുപോലെ ആൾജിബ്രായിക് ഫോമും എന്താണെന്ന് നമ്മൾ പറഞ്ഞു. ആൾജിബ്രായിക് ഫോം വെച്ചിട്ട് നമ്മൾ ആ സീക്വൻസിന്റെ ടേം നമുക്ക് ഏതെങ്കിലും ടേം ഒക്കെ ചോദിച്ചാൽ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞു. ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. ഈ എന്താ, അപ്പൊ ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. ഇതൊക്കെ എല്ലാ ഫോർമുലാസും, nth ഫോർമുല ഒക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫോർമുലയാണ്. എക്സാമിന് എന്തായാലും ചോദിക്കാൻ ചാൻസ് ഉള്ള ഇതാണ്. അപ്പൊ അതെന്തായാലും എല്ലാവരും ഒന്ന് പഠിക്കുക. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ ഇതിന്റെ കുറെ ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യാം. കുറെ കാര്യങ്ങൾ ഇതിന് ഇനി ഡീറ്റെയിൽഡ് ആയിട്ട് പറയാനുണ്ട്. അതൊക്കെ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.